ഹലോ, ഞാൻ ഡോക്ടർ എസാൻ മിഡാക് ഡെൻ്റൽ സെൻ്ററിൽ നിന്ന്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പെയിൻലെസ് ഇഞ്ചക്ഷനെ കുറിച്ചാണ്. ഡെൻറ്റിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് വേദന ഉണ്ടാവുമോ എന്നുള്ളതാണ്. ഡെൻ്റൽ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് വേദന ഉണ്ടാവുമോ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും കൂടുതൽ കേൾക്കാറ്. ഇത് സാധാരണഗതിയിൽ എല്ലാവർക്കും ഉള്ളൊരു കൺസേൺ തന്നെ. അപ്പോൾ ഞാനാണെങ്കിൽ പോലും ഒരു ഡെൻ്റൽ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് വേദന ഉണ്ടാവുമെന്ന് എനിക്ക് പോലും തോന്നാവുന്ന ഒരു നോർമൽ സംശയമാണ്. അപ്പം ഡെൻ്റൽ പ്രൊസീജിയർ ജനറലി പെയിൻലെസ് ആണ്, പെയിൻ കുറവാണ്. പക്ഷേ ആകെ കൂടെ നമ്മൾ ഈ പെയിൻ ഇല്ലാതാക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ, ഈ മരവിപ്പിക്കാനുള്ള ഇഞ്ചക്ഷൻ, ലോക്കൽ അനസ്തെറ്റിക് ഇഞ്ചക്ഷൻ. ഈ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന സമയത്തുള്ള പെയിനാണ് ഡെൻ്റൽ പ്രൊസീജിയേഴ്സിൽ യൂഷ്വലി ഇൻവോൾവ് ആയിട്ടുള്ള പെയിൻ. ഈ പെയിൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് മെഷേഴ്സ് ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പെയിൻ കുറയ്ക്കാൻ പറ്റും. ഡെൻ്റൽ ഇഞ്ചക്ഷനിൽ രണ്ട് സമയത്താണ് സാധാരണഗതിയിൽ പെയിൻ ഉണ്ടാവുക, വേദന ഉണ്ടാവുക. ഒന്ന്, നമ്മൾ ഇഞ്ചക്ഷൻ്റെ നീഡിൽ മോണേനെ പിയേഴ്സ് ചെയ്യുന്ന സമയത്ത്, കുത്തുന്ന സമയത്ത്. രണ്ടാമത്തത്, ഈ ഇഞ്ചക്ഷൻ്റെ ഏജൻറ്റ്, ലോക്കൽ അനസ്തെറ്റിക് ഏജൻറ്റ് മോണേൻ്റെ ഉള്ളിൽ, നമ്മളുടെ ടിഷ്യൂവിൻ്റെ ഉള്ളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത്. ഈ രണ്ട് സമയത്താണ് സാധാരണഗതിയിൽ പെയിൻ ഉണ്ടാവുക. ആദ്യത്തെ വേദന എന്ന് പറഞ്ഞാൽ പ്രിക്ക് ചെയ്യുന്ന സമയത്തുള്ള വേദന കുറയ്ക്കണമെങ്കിൽ നമുക്ക് മോണയുടെ മുകളിൽ, നമ്മൾ എവിടെയാണോ ഇഞ്ചെക്റ്റ് ചെയ്യാൻ പോകുന്ന സൈറ്റ്, ആ മോണയുടെ മുകളിൽ ഒരു ഇതേ ഏജൻറ്റിൻ്റെ തന്നെ സർഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പ്രേ ഉപയോഗിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിക്കിൻ്റെ വേദന കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ പെയിൻ വരുന്നത് സാധാരണഗതിയിൽ നമ്മൾ ഈ ഇഞ്ചക്ഷൻ്റെ ഏജൻറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്പീഡ് കൂടുമ്പോൾ, നമ്മൾ ഈ ഇഞ്ചെക്റ്റ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് കൂടുന്ന സമയത്ത് ഈ അനസ്തെറ്റിക് ഏജൻറ്റ് മോണയുടെ ഉള്ളിലുള്ള മസിൽസിൻ്റെയും ടിഷ്യൂവിൻ്റെ ഇടയിൽ വളരെ സ്പീഡിലെത്തുമ്പം ഉണ്ടാകുന്നൊരു പെയിനാണ്. ഇത് കൺട്രോൾ ചെയ്യാൻ സാധാരണഗതിയിൽ നമുക്ക് എക്യുപ്മെൻ്റ് ഹെൽപ്പ് വേണം. നമ്മൾ മനുഷ്യന്മാരുടെ കൈ റിലേറ്റീവ്ലി ഫാസ്റ്ററാണ് ഇഞ്ചക്ഷൻ ചെയ്യുന്ന സമയത്ത്, അതുകൊണ്ടാണ് ഈ പെയിൻ വരുന്നത്. ഇതിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, ഈ അനസ്തെറ്റിക് ഏജൻറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുതുതായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഇപ്പം അവൈലബിൾ ആണ്. ഇങ്ങനത്തെ ഒരു മെഷീനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ നമ്മളുടെ രണ്ടാമത്തെ ഓപ്ഷൻ മെഷീൻ ഉപയോഗിച്ചിട്ടുള്ള ഇഞ്ചക്ഷനാണ് രണ്ടാമത്തെ സ്റ്റേജിൽ വരുന്നത്, പെയിൻ കുറയ്ക്കാനുള്ള. അതിനുപയോഗിക്കുന്ന ഡിവൈസാണിത്. ഇതിന് പറയുക കമ്പ്യൂട്ടറൈസ്ഡ് ലോക്കൽ അനസ്തെറ്റിക് ഡെലിവറി സിസ്റ്റം എന്നാണ് ഇതിന് പറയുക. ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ഈ അനസ്തെറ്റിക് ഏജൻറ്റ് നമ്മളുടെ മോണയുടെ ഉള്ളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് കാരണം നമ്മൾ അനുഭവപ്പെടുന്ന പെയിൻ വളരെയധികം കുറയും. പെയിൻ ഇല്ലാതെ ആവുകയല്ല ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു സ്കെയിൽ ഓഫ് 1 to 10, 10 നമുക്ക് ഇഞ്ചക്ഷൻ തരുന്ന സമയത്ത് വേദന നമുക്ക് അനുഭവപ്പെടുന്നെങ്കിൽ ഇത് ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് അതൊരു 1 or 2 അല്ലെങ്കിൽ 2 to 3 ഇടയിലേക്ക് പെയിൻ്റെ ലെവൽ കുറയും. ഈ ഇഞ്ചക്ഷൻ മെഷീൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം ഈ ഡെലിവറി സിസ്റ്റത്തിൻ്റെ മെയിൻ കോമ്പണൻറ്റ് ഈ മെഷീൻ തന്നെ. പിന്നെ ഇത് നമ്മളുടെ അനസ്തെറ്റിക് ഏജൻറ്റ് ഹോൾഡ് ചെയ്യാനുള്ള കാട്രിഡ്ജാണ്. ഇത് അനസ്തെറ്റിക് ഏജൻറ്റുള്ള വയലാണ്. ഇതാണ് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന നീഡിൽ. ഇത് സാധാരണ ഇഞ്ചക്ഷൻ സിറിഞ്ചസിനെ കമ്പയർ ചെയ്യുമ്പം ഈ നീഡിൻ്റെ ഗേജ് വളരെ തിന്നായിരിക്കും. ഈ തിൻ നീഡിലിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ പ്രിക്കിൻ്റെ സമയത്തുള്ള പെയിനും കുറയും. ഇനി ഞാനിത് അസംബിൾ ചെയ്തിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം, എങ്ങനെയാണിത് വർക്ക് ചെയ്യുക എന്നുള്ളത്. അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിവൈസ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് ബട്ടൺ ഞെക്കി നമ്മൾ ഈ മെഷീൻ ഓൺ ആക്കുന്നു. ഈ മെഷീൻ ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ മെഷീനെ പിന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ മെഷീൻ ഓണാക്കുന്നു. ഓണാക്കിയതിൻ്റെ ശേഷം നമ്മൾ ഇവിടെ രണ്ട് ബട്ടൺ ഉണ്ട്. ഒന്ന് ഇഞ്ചെക്റ്റ് ചെയ്യാനുള്ള, പിന്നെ സ്റ്റോപ്പ് ചെയ്യാനുള്ള. ഇഞ്ചെക്റ്റ് ചെയ്യാനുള്ള ബട്ടൺ നമ്മൾ ഇത് ഞെക്കി കഴിഞ്ഞാൽ ഇഞ്ചെക്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് ഇതിൻ്റെ എയർ ബബിൾസ് എന്ന് പറഞ്ഞാൽ ഈ സാധാരണഗതിയിൽ ഇതിൽ വല്ല എയറിൻ്റെ ബബിൾസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യും. അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളിപ്പോൾ മെഷീൻ റെഡിയാണ് യൂസ് ചെയ്യാൻ. അപ്പം നമ്മൾ നീഡിൽ തുറന്നു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. നമുക്ക് പിന്നെ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ ഈ മുകളിലത്തെ ബട്ടൺ നിൽക്കുന്ന സമയത്ത് ഫസ്റ്റ് സ്പീഡിൽ പോകാൻ തുടങ്ങും. ഈ ഫസ്റ്റ് സ്പീഡിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഈ തുള്ളികൾ വളരെ മെല്ലെ പോകുന്നു. ഇവിടുത്തെ ലിക്വിഡ് സ്ലോലി ഡിസ്പെൻസ് ചെയ്യുകയാണ്. ഈ 1 സ്പീഡിൽ വളരെ പെയിൻ കുറവായിരിക്കും ഇഞ്ചെക്റ്റ് ചെയ്യുന്ന സമയത്ത്. ഇത് അതേപോലെ കുറച്ചുകൂടെ സ്പീഡിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ 2 ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫാസ്റ്ററായിട്ട് ഇഞ്ചെക്ഷൻ പുറത്തേക്ക് വരും. 3
കുറച്ചുകൂടി ഫാസ്റ്റർ ആയിരിക്കും. ഈ 3 ഓരോ സ്പീഡിനനുസരിച്ച് നമ്മൾ ഈ കുറയ്ക്കുന്ന ഇത് കൂട്ടുന്നതിനനുസരിച്ച് വേദന കൂടുക ചെയ്യുക. അപ്പോൾ നമ്മൾ 1ൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വളരെ പെയിന് കുറയാൻ ഏറ്റവും നല്ലത് 1 ആണ്. ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കിൽ ബട്ടൺ നെക്കി കഴിഞ്ഞാൽ ഇത് സ്റ്റോപ്പ് ചെയ്യും. അതോടെ ഇഞ്ചക്ഷൻ സ്റ്റോപ്പ്. രണ്ടാമതും ഡോക്ടർക്ക് സ്റ്റാർട്ട് ചെയ്യണേ മുകളിലത്തെ ബട്ടൺ നെക്കി കഴിഞ്ഞാൽ രണ്ടാമതും ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് ബേസിക്കലി ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് എക്സ്പ്ലനേഷൻസ്. നമുക്കിനിയിപ്പം ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഇത് ഏതൊക്കെ കേസിലാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിലേക്ക് കടക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് അഡ്വാൻറ്റേജസ് ഡെഫിനറ്റ്ലി പെയിന് കുറവാന്നുള്ളതാണ്. പെയിൻ കംപ്ലീറ്റ്ലി പെയിൻ ഫ്രീ അല്ല, പെയിൻ ലെസ് പെയിൻഫുൾ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നോർമൽ ഇഞ്ചക്ഷൻ ഒരു ഗ്രേഡ് ഓഫ് 10ൽ നോക്കുകയാണെങ്കിൽ 10 ആണെന്നുണ്ടെങ്കിൽ ഇത് ഒരു 2 or 3 സ്റ്റേജിലായിരിക്കും പെയിൻ ഉണ്ടാവുക. സോ റിലേറ്റീവ്ലി പെയിൻ വളരെ കുറവായിരിക്കും പെയിൻ ഇഞ്ചക്ഷൻ്റെ കേസിൽ. പിന്നെ നമുക്ക് കൺട്രോൾ കുറച്ചും കൂടി കൂടുതലുണ്ടാകും പ്രൊസീജിയറിൻ്റെ മുകളിൽ. ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ ഒന്ന് എക്യുപ്മെൻറ്റ് റിലേറ്റീവ്ലി എക്സ്പെൻസീവ് ആണ്. രണ്ടാമത്തത് എല്ലാ കേസിലും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഈ നരമ്പിന് നേരിട്ട് അനസ്തീസിയ കൊടുക്കുന്ന സൈറ്റ്സിൽ നമുക്കിത് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ആസ്പിറേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ ഇതിൽ പറ്റില്ല. അത് ആ ഒരു കാര്യത്തിന് മാത്രം ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള റുട്ടീൻ മുകളിലത്തെ പല്ലുകൾ പറിക്കാൻ അനസ്തീസിയ കൊടുക്കുന്ന അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്യാൻ എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ബേസിക്കലി ദി ഓൺലി ഡിസഡ്വാൻറ്റേജ്. ഇതിനുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് അതാണ്. ഞാനിനി ഒരു പേഷ്യൻ്റ് വായയുടെ ഉള്ളിൽ ഈ മെഷീൻ യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. നമ്മൾ ആദ്യം ടോപ്പിക്കൽ സ്പ്രേ വെച്ചിട്ട് ഇഞ്ചെക്റ്റ് ചെയ്യാൻ പോകുന്ന സൈറ്റ് ഒന്ന് അനസ്തീസിയ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇഞ്ചക്ഷൻ മെഷീൻ യൂസ് ചെയ്തിട്ട് ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് ആ ഏരിയ കംപ്ലീറ്റ്ലി അനസ്തറ്റൈസ് ചെയ്യും. കമ്പ്യൂട്ടറൈസ്ഡ് ലോക്കൽ അനസ്തറ്റിക് സിസ്റ്റം നമ്മളുടെ MIDAC കാലിക്കറ്റിൽ ലഭ്യമാണ്. ഇതിപ്പം പൊതുവേ കുറച്ചുകൂടി അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. കുറേ ക്ലിനിക്കുകളിൽ ഇത് അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് ഈ ടെക്നോളജി. ഞങ്ങളെ കാലിക്കറ്റിൽ MIDACൽ ഈ പെർട്ടിക്കുലർ എക്യുപ്മെൻറ്റ് അവൈലബിൾ ആണ്. അപ്പം പെയിൻലെസ് ഇഞ്ചക്ഷൻ പേടിയുള്ളവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മൾ സംസാരിച്ചത് പെയിൻലെസ് ഇഞ്ചക്ഷനെ കുറിച്ചാണ്. ഇനി വീണ്ടും നമ്മളുടെ ക്ലിനിക്കുകളിലുള്ള പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റും അതേപോലെ തന്നെ എക്യുപ്മെൻറ്റ്സിനെയും കുറിച്ച് അടുത്ത വീഡിയോകളിൽ നമുക്ക് കാണാം. അതുവരെ see you, bye.